तुम्हारा बाप कौन है बोलते പ്യാരി കെട്ട് കഴിഞ്ഞില്ലേ? പിന്നെ കെട്ടും കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ്. നിന്റെ കെട്ട് കഴിഞ്ഞില്ലേ? എന്റെ കെട്ട് കഴിഞ്ഞ് 3-4 പിള്ളേരായി. എടാ അതല്ല ചോദിച്ചു, ഇതിന്റെ കെട്ട് കഴിഞ്ഞില്ലെന്ന്. ഇതിന്റെ കെട്ട് കഴിഞ്ഞാൽ ഇതിനോട് തലക്കുസുഖില്ലാത്ത ആൾക്കാരോട് നീ എന്തിനാ വെറുതെ? തലയ്ക്ക് സുഖമില്ലാത്ത തലയ്ക്ക് സുഖം എന്റെ കാലുമ്പോ ചങ്ങലുണ്ടാവില്ല പട്ടി. മാളിക മുകളേറിയ മന്നന്റെ ഷോൾഡറിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. കേട്ട് ചാടിക്കാട് പോടാ. കേറിന്ന് സൂയിക്ക. എന്റെ കല്യാണം കഴിഞ്ഞ ആരെടുക്കും? ഞാൻ അവളെ കൊണ്ട് എടുപ്പിച്ചോളാം. നീ എന്നെ തെറ്റിദ്ധരിക്കാണ്ടിരുന്നേച്ചാ. എന്നാ പിന്നെ ഞങ്ങള് എന്താ സാറേ ഇത്? വൈഫും കുട്ടികളൊക്കെ നിൽക്കുമ്പോഴാണോ ഇങ്ങനെ ഒരു അന്യ പുരുഷനായിട്ട്? മുത്തശ്ശനെ ഞാൻ കാറിന്റെ സീറ്റിലിരുത്തിണ്ട്. മടി കയറി ഇരിക്കരുത്. ടൂത്ത് പേസ്റ്റ് ആയി പോകും. ഹനുമാൻ, ലങ്കാദഹനം കാണാൻ പറ്റില്ല കേട്ടോ. ശൂർപ്പണകയുടെ മൂക്കും വേറെ ചില ഭാഗങ്ങളും കട്ട് ചെയ്യുന്നവരായിട്ടുണ്ട്. എന്താ കാണണോ? കാണണം. രാഘുവാലം തുടങ്ങുന്നതിന് മുമ്പ് പോയിന്റോ? അല്ല, കാണിക്കില്ലേ? എന്താ രാംകുട്ടി കാണിച്ചിട്ട് പോകുന്നേ? ഞാൻ അച്ഛനെ അമ്മയൊക്കെ വിളിക്കാം. രാംകുട്ടി പോവാതെ. ഒരു മിനിറ്റേ, എത്തി. ഈശ്വരന്മാരെയും മരിച്ചുപോയ കർണന്മാരെയും മനസ്സിൽ ധനിച്ച് ആ വലതുകാലം വെച്ചടക്കിയിരിക്കുള്ളൂ. ഇതൊക്കെ പറയാനും ചെയ്യിക്കാനും ഇവിടെ സ്ത്രീകളാരുമില്ല. വേണമെങ്കിൽ കുറച്ചു നേരത്തേക്ക് എന്നെ സ്ത്രീയായിട്ട് കണ്ടോളൂ. എന്താ ഇനി ഇവിടുത്തെ എല്ലാ ഇടത്തേമേ കയറിക്കോളൂ. ആ നേരെ അടുക്കള ചെന്ന് നല്ലൊരു കാപ്പി ഇടുക. ദേവി, എന്റെ കുട്ടികൾക്ക് ഒരാപത്തും വരുത്തരുത്. ചിലപ്പോ പേഷ്യൻസ് ആയിരിക്കട്ടെ. എന്താ ഇവിടെ പ്രശ്നം ഉണ്ടായത്? എന്ത് പ്രശ്നം? അല്ല, ഇവിടെ കള്ളം കേറിയെന്നോ മച്ചു പൊളിച്ചെന്നോ എന്താ ഉണ്ടായത്? പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ആരും എന്നെ ഫോൺ വിളിച്ചിരുന്നു. പേര് ചോദിച്ചപ്പോഴേ കട്ട് ചെയ്തു. ചുമ്മാതെ അച്ചു. 10 മണിയായപ്പോ തുടങ്ങിയതാ മോളെ കാണണമെന്ന് പറഞ്ഞ് ബഹളം. നാളെ രാവിലെ പോകാമെന്ന് ഞാൻ ആവുന്നത്ര പറഞ്ഞു നോക്കി. സമ്മതിക്കണ്ടേ? കിടന്നിട്ട് ഉറക്കം മനിലടാ അച്ചു. പിന്നെ ഞാനെന്താ ചെയ്യാ? മോളെ, അച്ഛൻ നിങ്ങളുടെ ഉറക്കം കളഞ്ഞോടി. ആരുടെ ഉറക്കം കളഞ്ഞില്ല. തൽക്കാലം നമ്മൾ ഇന്ന് ആരും ഉറങ്ങുന്നില്ല. നേരം വെളുത്തിട്ടേ പിരിയുന്നുള്ളൂ. മണവാട്ടി പെണ്ണിന്റെ വീട്ടുകാർ ആദ്യമായിട്ട് ചെറുക്കന്റെ വീട്ടിൽ വന്നാലേ നമുക്കിന്ന് ആഘോഷമാക്കണം. അച്ചു, നീ പറഞ്ഞ ശരി. വേഗം പോയാനുള്ള ഏർപ്പാടാണ്. ഒരു 5 മിനിറ്റ് ഇപ്പൊ എത്തിക്കഴിഞ്ഞു. നാളെ ആശുപത്രി ചെന്ന് ആള് മാറി ഓപ്പറേഷൻ നടത്തരുത്. ഞാൻ ഒരാഴ്ച ലീവാ. രാമകുട്ടി, രാമ, അടി മേടിക്കാണ്ട് പോടാ. എടാ, തമ്പി സാറും വീട്ടുകാരും വന്നിരിക്കുന്നു. അടി പിടിച്ചിട്ടുണ്ടാവും. നല്ല ചട്ടം കൊണ്ട് ഇളക്കി കൊടുത്താ മതി. എവിടെ ഇവൻ ആനൂത്തിയാൽ എഴുന്നേക്കില്ല. അച്ചേട്ടാ, ഐ ലവ് യു. യു ലവ് യു. ഓക്കെ മൗലവി. മുത്തശ്ശന്റെ ആഹാ, കലാപരിപാടികൾ തുടങ്ങിയല്ലേ? അപ്പൊ ഇന്ന് നേരം വെളുത്തിട്ടേ പിരിയൂ. ഈ ഡോക്ടർ രാമൻകുട്ടിയെ പോലെ തന്നെയാണോ? കഴിക്കില്ല. ഞാൻ കഴിക്കാൻ രാമൻകുട്ടി സമ്മതിക്കില്ല. എന്റെ ഈശ്വര, എവിടുന്ന ഈ മണം? അതെ, മദ്യത്തിന്റെ മണം തന്നെ. എന്റെ ഈശ്വര, ഈ തറവാട്ടിൽ കുടിക്കേ എന്ന് ഞാൻ ശരിയാക്കി തരാൻ. ഇത് ഇവിടെ ഇരുന്നോട്ടേട്ടാ. എന്താ വേസ്റ്റ് ഗ്ലാസ്സാ. വേസ്റ്റ് വരുന്ന മദ്യം ഒഴിക്കാനാ. സോഡ ഒഴിക്കാണ്ട് കുടിച്ച കൂമ്പ് പാടും. കുറച്ചും കൂടി. കുറച്ചും കൂടി മതി. കുറച്ചും കൂടി മതിയല്ലോ. സോഡ വേണ്ടേ? നിങ്ങൾ കുടിച്ചോ. അച്ചേട്ടാ, ഞാനൊന്ന് മുള്ളിയിട്ട് വരാം. ശരിക്കും ഉപ്പ് നോക്ക്. 12 മുള്ളുണ്ടെങ്കിൽ മുള്ളു. എനിക്ക് കിടന്ന് ഉറങ്ങണം.
ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, സത്യമായിട്ടും. അവന് ഉറക്കപ്പിച്ച ഉറക്കപ്പിച്ചൊന്നും അല്ല, അവന്റെ സ്ഥിരമായിട്ടുള്ള ബാത്റൂം ഇതാ. പകലും അവൻ ഇവിടെ തന്നെ ഒഴിക്കണേ. ഞാൻ രാധികച്ചിയുടെ വീടൊക്കെ ഒന്ന് കാണട്ടെ. പോയിട്ട് വരൂ, അപ്പോഴേക്കും ഞങ്ങളിത് കാലിയാക്കിക്കോളാം. എനിക്ക് കുറച്ച് ഒഴിച്ചേക്ക്, കുറച്ച് മതിട്ടാ. മോശമായി പോയി, ഞാൻ ലൈഫിൽ മൂത്രമൊഴിക്കില്ല. ഹലോ, ഹനുമാന്റെ ലങ്കാദാനം കാണിക്കാൻ മേക്കപ്പ് ഇടാ, ചതിക്കല്ലേ? വാ, എന്റെ അമ്മോ, ഇതിന് പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ? മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്, നേരെ കാണുന്നതിലും ഭംഗി ഈ ഫോട്ടോയിൽ കാണുന്നതാ. ഇയാളെ തട്ടപ്പാരയ്ക്ക് കുടുംബത്തിൽ കയറുന്ന മനുഷ്യ കളിയാക്കാനാ? ഇയാളെന്റെ മുറിയിൽ നിന്ന് പോയെ. ഒരു പുരുഷന്റെ മുറിയിൽ പാതിരാത്രിക്ക് ഒരു പെങ്കൊച്ചിങ്ങനെ വന്ന് നിൽക്കാൻ പാടില്ല. ഓ, ഒരു വലിയ പുരുഷൻ. എന്തായാലും വല്ല സംശയം ഉണ്ടോ? ആ, സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സംശയം ഉണ്ടെങ്കിൽ ഇയാളൊന്ന് പോയെ. രാമാ, രാമൻ ഇയാളുടെ ഓ ഞാനാണ് രാമൻ. അല്ല, ഞാനാ. രാമൻകുട്ടിയെ, ദാ വരുന്നു. മുത്തശ്ശൻ വിളിച്ചത് എന്റെ ഭാഗ്യം, അല്ലെങ്കിൽ കാണായിരുന്നു. ആരാ ഇവിടെ വന്നിരിക്കുന്നു? രാധികടത്തിയുടെ വീട്ടിൽ നിന്നാ. നേരോ? ആ, പക്ഷെ ആ മുത്തശ്ശി വന്നിട്ടില്ല. എങ്കിൽ ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞാ മതി. ചേടാ, വയസ്സാങ്കാലത്ത് ഇങ്ങനെയാണെങ്കി ചെറുപ്പകാലത്ത് എന്തായിരുന്നാവോ? നീ മനുഷ്യൻ ഉറക്കാൻ കഴിയാ പോടാ. ഓ, കിടക്കണ കണ്ട ഉണങ്ങിയ കാമദേവൻ. കാമദേവൻ കൈയൊക്കെ മടക്കി വെച്ച് രാമനാമം ചോദിച്ചു കിടന്നു. ഒന്നാം മല കയറി പോകണ്ടേ അവിടുന്ന് അത് തമ്പി സാർ കുറെ ആളായല്ലേ ഒന്നാമല എന്ന് പറയും. എന്താ തമ്പി സാറേ ഒന്നാമല? നീ എന്നെ എന്താ വിളിച്ചത്? തമ്പി സാറേന്ന്. അനിയന്റെ ഭാര്യയുടെ അച്ഛനെ സാറേന്നോ? അതിനിപ്പോ എന്താ? എടാ തമ്പിന്ന് വിളിയടാ. ശുഭാരി എടാ തമ്പിന്ന് വിളിക്കാം. ഞാൻ വിളിക്കുന്ന പ്രശ്നമില്ല. അച്ചു എന്റെ സ്വഭാവം മാറി. എടാ തമ്പിന്ന് വിളിക്കില്ല. ആ, ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നല്ലോ. ഇതാണ് പിടിച്ചേ. ഇനി നമുക്ക് സമയം കളയാണ്ട് ഇതാ അടി. ഒന്നാം മല കയറി പോകണ്ടേ നിർത്ത്, 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 നിർത്ത്. അവിടുന്ന് അച്ഛന്റെ തലയും കുത്തിപ്പാട്ടിനേക്കാൾ ഗംഭീരമായ ഒരു കവിതയാണ് ഞാനിപ്പോ വായിക്കാൻ പോകുന്നത്. നമ്മുടെ രാമൻകുട്ടി ഒരു കലാകാരൻ മാത്രമല്ല, ഒരു മഹാകവി കൂടിയാണെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. അവന് സമയം കൊണ്ട് കവിത എഴുതിയ ആ, മോള് വായിക്കേ. ആധുനിക കവിതയാ, ആരും ഞെട്ടരുത്. സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. പോടും മോള് വായിക്കേ. വായിക്കേ. അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ, കാശ്മീർ തീവ്രവാദികൾക്ക് ജലദോഷമോ. എങ്കിലും സോദര, ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകളാടുന്നു. എന്നോട് ചോദിക്കാതെ കുട്ടിയോട് കവിത എടുക്കാൻ ആരാ പറഞ്ഞേ? അല്ല രാമൻകുട്ടി, എനിക്കൊരു സംശയം. ഈ ഇളങ്കാറ്റിൽ എങ്ങനെയാടാ തേങ്ങാക്കുലകൾ ആടണേ? ഇത് ഞാൻ കറക്റ്റ് ചെയ്യാത്ത കോപ്പിയാ, അല്ല കോപ്പിയാ. തേങ്ങാക്കുല ആടുന്നു എന്നല്ല, തേങ്ങാക്കുലയിലാടും. അതെ അതെ, ചെന്തെങ്ങിന്റെ കൊലിയാണെങ്കിൽ ആടും. എനിക്ക് അനുഭവം ഉണ്ട്. നീ എവിടെ നിന്ന് മോള് വായിക്കും മോളെ. ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകളാടുന്നു. കുട്ടിയത് പ്രകാശനം ചെയ്യാത്തവളെ അത് വായിക്കരുത്. ഒട്ടിക്കല്ല പേടിച്ചത് വണ്ടാറാണ് കേട്ടോ. അയ്യോ, സമാധാനം. കളഞ്ഞല്ലോ. ഈ വർഷത്തെ വയലാർ അവാർഡല്ലേ കിടക്കുന്നത്. തമ്പി, ദേ എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. ചെന്തെങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും, ടീൻഡുടിയുടെ കൊലയാണെങ്കിലും ആടും, നടന്നീങ്ങിന്റെ കൊലയാണെങ്കിൽ ആടില്ല. പോടോന്ന്. ഞാൻ സമ്മതിക്കില്ലടാ. അച്ചുവേ, നേരം വെളുക്കാറായി. ഞങ്ങൾ അങ്ങ് ഇറങ്ങുവാ. ഓക്കെ. നിങ്ങൾ നടന്നു. ആ, വായിച്ചു. അച്ചു, എനിക്ക് സന്തോഷായി. ഇനി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളാം. ഹലോ മഹാകവി. ചെന്തെങ്ങിനെ കൊണ്ട് ഞാൻ ടീൻഡുടിനെ കല്യാണം കഴിപ്പിക്കും. ഓ എന്റെ പോഞ്ഞിക്കരെ. എന്താ രാമൻകുട്ടി, മോനെ നീങ്ങി വന്ന്. ചെല്ലടാ. നാളെ രാവിലെ നീ വീട് വരെ ഒന്ന് വരണം. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അപ്പോ ഗുഡ് മോർണിംഗ്. നാളെ നിന്നോട് ചെല്ലാൻ പറഞ്ഞത് എന്തിനാണെന്ന് അറിയോ? എന്തിനാ? എനിക്കതറിയാമെങ്കിൽ നിന്നോട് ചോദിക്കൂ. പിന്നെ അവള് നിന്നോടൊരു കാര്യം പറയാൻ പറഞ്ഞു. നാളെ നീ ചെല്ലുമ്പോ മുണ്ടെടുക്കരുതെന്ന്. അയ്യേ, എടാ പാന്റ് ഇട്ട് ചെല്ലാൻ. പിന്നെ അവള് പറയുമ്പോ ഞാൻ അനുസരിക്കാതിരിക്കല്ലേ? എന്റെ പട്ടി പാൻറ് ഇടും.